തീർച്ചയായിട്ടും നമുക്ക് എല്ലാ തെളിവുകളും ഉണ്ട്. എനിക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയില്ല കേസ് കൊടുക്കാനായിട്ട്. കാരണം ഈ കേസ് കൊടുത്താൽ നമ്മുടെ പോലീസ് ഓഫീസർമാരാണെങ്കിലും നമുക്ക് നീതി നടത്തി തരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റാതെ പോലെ അവരുടെ കയ്യിൽ വിലം കിട്ടിയതിന് തുല്യമായിരുന്നു 2008-2009 കാലയളവിൽ. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് നിയമങ്ങൾ മാറി, ഇന്ന് ജനം മാറി, ഇന്ന് ഗവൺമെൻറ് മാറി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പം അവരും റെഡിയാണ്. അവർക്കും ഫ്രീഡം, എല്ലാ ഫ്രീഡം ഉണ്ട്. അവർക്ക് കേസ് എടുക്കാനും ഇല്ല. നേരത്തെ അവർക്ക് പൊളിറ്റിക്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് അവരും വിമർശപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലയളവിൽ നമ്മൾ എന്ത് തെളിവുണ്ടെങ്കിലും നമ്മുടെ കൂടെ സർക്കാരുണ്ട്, നമ്മുടെ കൂടെ നിയമമുണ്ട്, എല്ലാവരുടെയും കൂടെ. ഇത് സെക്ഷുവലായിട്ട് ഹരാസ് ചെയ്യപ്പെടുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല, ഇന്നലെ ഓൺലൈനിൽ കണ്ട ആണുങ്ങളെയും പീഡിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങളെയും ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. ഒരു ഭരണകക്ഷി MLA-ക്കെതിരെ കൂടിയാണ് ഏഴിവെല്ലോടുള്ള ഒരു ഭരണകക്ഷി MLA ആണ്. അദ്ദേഹത്തിനെതിരെ പരാതി, ആ കേസ് അന്വേഷണമൊക്കെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. കാരണം ഇത് ഒരു പാർട്ടിയും ക്രൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇല്ലേ? ക്രൈം എപ്പോഴും ക്രൈമാണ്. അവിടെ പാർട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പോഴും വ്യക്തമല്ലാത്തൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഈ തെളിവുകൾ എന്താണെന്നുള്ളതാണ്. ഈ ഇത്രയും പേർക്കെതിരെ വലിയ മലയാള സിനിമയിൽ തന്നെ ഒരു ഭൂകമ്പമുണ്ടാക്കിയ പരാതിയാണ് ഏഴെണ്ണം. അതിൽ എന്ത് തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ളത്? തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ പോയ സ്ഥലം, നമ്മൾ ഏത് സമയത്താണ്, അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ ചാറ്റിങ്ങും റെക്കോർഡിങ്സും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആരോടത്ത് ആരോടൊക്കെ ഷെയർ ചെയ്തു. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് അന്ന് 2013 ഞാൻ പ്രതികരിച്ച് കേരള കൗമുദിയിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് അന്ന് ഷെയർ ചെയ്തവരെല്ലാവരും ഇന്ന് പറയാൻ റെഡിയാണ്. അന്ന് മിന്നു പറഞ്ഞെന്നുള്ള കാര്യം. സമീപിച്ചു. അവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തായിരുന്നു. തയ്യാറാണ്. അല്ല, ആരും കണ്ടില്ല. കാരണം ബാത്റൂമിൽ വെച്ചായിരുന്നു സംഭവം. അതുകൊണ്ട് ആരും ഇല്ലായിരുന്നു അവിടെ. സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലും കണ്ട ബാത്റൂം. എനിക്കൊന്ന് ഫസ്റ്റ് ഫ്ലോർ അങ്ങണ്ട്. ഞാൻ ഗ്രൗണ്ടിലാണ് ഇരുന്നത്. അവിടെ നിന്ന് അങ്ങനെ പോയപ്പം അപ്പോൾ എല്ലാവരും വർക്കിംഗ് ടൈം ആയിരുന്നു. 10-10:30 ആയിരുന്നു സമയം. അപ്പോൾ ആ ബാത്റൂമിൽ ഇപ്പോൾ ആരും ഇല്ലായിരുന്നു. ആര് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തീർച്ചയായും ഞാൻ പറയട്ടെ, പോലീസുകാർ എപ്പോഴും റെഡിയാണ്. അവർക്ക് തക്കതായ തെളിവുകളും അവരുടെ കൂടെ നിൽക്കാനും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അവർ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുവാണെങ്കിൽ അവരതിനാണല്ലോ പോലീസിൻ്റെ ജോലി തന്നെ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർ കൂടെ ഉണ്ടാവും. അപ്പം അല്ലാണ്ട് പൊളിറ്റിക്സിൻ്റെ സമ്മർദ്ദം അത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പോലീസുകാരനെ കൺഫ്യൂഷനാക്കിയ ആരാണ് ഈ ഇര കൂടെ ഉണ്ടെങ്കിൽ, പോലീസുകാരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ എല്ലാ സത്യസന്ധമായിട്ടും അവരിതിൽ ഈ കേസ് മുന്നോട്ട്, ആരുടെ കേസ് എന്നല്ല, ആരെ ഇരയാക്കപ്പെട്ടോ അവരുടെ കൂടെ നിയമം ഉണ്ടാവും, സർക്കാർ ഉണ്ടാവും. ഇപ്പോഴത്തെ നിലപാടിൽ എനിക്ക് നന്നായിട്ട് അത് ബോധ്യപ്പെട്ടു.